എപ്പോഴെങ്കിലും മഴയുള്ള സമയത്ത് ഒരു വിനോദയാത്രയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇതാ അങ്ങനെയൊരു യാത്ര. ഒരു 2 ആഴ്ചയ്ക്ക് മുൻപ് തീരുമാനിച്ചുറപ്പിച്ച കാര്യമായിരുന്നു. പക്ഷേ അന്നേ ദിവസം നല്ല മഴയായിരുന്നു. തീരുമാനത്തിൽ മാറ്റം വരുത്തണ്ടെന്ന് കരുതി യാത്ര പുറപ്പെട്ടു. അതൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. അനുഭവിച്ച് തന്നെ അറിയണം. ഞങ്ങൾക്ക് പ്രത്യേക ലക്ഷ്യമൊന്നുമില്ലായിരുന്നു. എങ്കിലും ഒരു ലക്ഷ്യമുണ്ട്: കാനന യാത്ര. ഏകദേശം കൊട്ടാരക്കര അടുക്കാറായി. പ്രഭാത ഭക്ഷണം ആരും കഴിച്ചിട്ടില്ല. നമ്മുടെ കൂട്ടത്തിൽ ഇലിയാസ് ബായി പറഞ്ഞു, വാളകത്തിനടുത്തൊരു ഹോട്ടലുണ്ട്, എഴുത്താണി, എന്നാൽ അവിടെ നിന്നാകാം പ്രാതൽ. എഴുത്താണിയിലെ ഒരു പ്രത്യേക പലഹാരമാണ് വെട്ടുകേക്ക്. വളരെ പ്രസിദ്ധമാണ്. അതെല്ലാവരും ഓരോന്നകത്താക്കി. ഈ ചേട്ടനാണ് താരം. അന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞു. മട്ടൻ കറിയും പൊറോട്ടയും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ചായ വളരെ സ്വാദുള്ളതായിരുന്നു. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും യാത്ര ആരംഭിച്ചു. അപ്പോഴേക്കും മഴ കുറഞ്ഞിരുന്നു. ഇതാണ് ജാക്സൺ മാഷും മണികണ്ഠനും. വഴിയോരത്തെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ, ഉദ്ഘാടനം നിർവഹിക്കുന്ന ആന. ശരിക്കും ഈ യാത്ര ആഘോഷിച്ചത് ബസീലും ഇലിയാസുബായുമാണ്. വഴിയോരത്ത് ചെറിയൊരു വിശ്രമം. കൊട്ടാരക്കരയും റാന്നിയും കഴിഞ്ഞിരുന്നു. ഞാവനാൽ സ്ഥലത്തെത്തി. അവിടുന്ന് അച്ഛൻ കോവിൽ റോഡ്. കാനന ഭംഗിയെല്ലാം ആസ്വദിച്ചു. കാലങ്ങൾ പിന്നിട്ടു. ചെളിവെള്ളത്തിൽ കൂടിയുള്ള ബൈക്ക് യാത്ര അതൊരു പ്രത്യേക അനുഭവമാണ്. ജാക്സൺ മാഷും ബാസിൽ ഭായിയും. കൂടും പാവും പോലെ റോഡുകളെ മുറിച്ചു കടക്കുന്ന ചെറിയ തോടുകൾ. ഒരു ആഗ്രഹം, ഒന്ന് കുളിച്ചാലോ? ചെറിയ കുളിയെല്ലാം കഴിഞ്ഞ് വീണ്ടും യാത്രയായി. വനപാലകരുടെ സഹായത്തിനായി 2 പേർ. നെല്ലിമൂട്ടിൽ തട്ടുകട. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പഴംപൊരിയും ബീഫ് കറിയും. അത് തയ്യാറായില്ല. പക്ഷേ നല്ല ചൂട് പരിപ്പ് വട. എല്ലാവരും ആസ്വദിച്ച് കഴിച്ചു. പിന്നെ ചായ. ദേ കണ്ടില്ലേ, മണികണ്ഠൻ, ഹാജി കൃഷ്ണൻ, ജാക്സൺ മാഷ്, ബാസിൽ ഭായ്, ഇലിയാസ് ഭായ് എല്ലാവരും പരിപ്പ് വട പുരാണം പറഞ്ഞു. അതിൻ്റെ ഉത്ഭവം പറഞ്ഞു തുടങ്ങി. ക്രിസ്തുമസ് സീസൺ ആയതിനാൽ ഒരു പുൽക്കൂട്. ഈ മലയിടുക്കുകളെ കസവണയിക്കുന്നത് പോലെ ഒരു വശത്ത് നീണ്ടു വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന ഒരു ആറ്. 2-3 മൈലുകൾ വളരെ ഇണക്കമുള്ളവയാണ്. അമ്മച്ചിപ്ലാവിനെ ഓർമ്മപ്പെടുത്തുന്ന വിധം ഒരു വൻ വൃക്ഷം.
ഹാജികൃഷ്ണനും ബാസിലിൻ്റെയും സാഹസിക പ്രകടനങ്ങൾ അരങ്ങേറി. റോഡ് മുറിച്ചൊഴുകുന്ന ചെറിയ പുഴ. ബാസിൽ ഭായി ചെറിയ കല്ലുകളും പിറക്കി. മനോഹരമായ മൂടൽ മഞ്ഞ്. ഈ അപൂർവമായ കാഴ്ച വിരളമായി മാത്രമേ കാണാറുള്ളൂ. മഴ മഞ്ഞ് സീസണിൽ മാത്രം. അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ ഇവയെല്ലാം കണ്ടു. ചെങ്കോട്ട ബോർഡറിൽ ചിക്കൻ ഹോട്ടലിൽ നിന്നും ചിക്കനും പൊറോട്ടയും കഴിച്ച് അവിടെ നിന്നും മടക്കയാത്രയായി.